This is my genuine review, guys. So നമുക്കത് സെറ്റ് ചെയ്തിട്ട് വരാം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റീസെന്റ് ഞാനൊരു അഫോർഡബിൾ ആയിട്ടുള്ള റിംഗ് വിത്ത് സ്റ്റാൻഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന്. അപ്പോൾ ഞാനത് ഇങ്ങനെ സെറ്റ് ചെയ്യാനുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുൻപുള്ള വീഡിയോയിൽ പാക്കിംഗ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ മാനുവൽ ഇൻസ്ട്രക്ഷൻസും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചായിരുന്നു ഞാനത് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, സ്റ്റാൻഡിന്റെ കവർ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇതിൽ സ്റ്റാൻഡിന്റെ താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു ബട്ടൺ ഉണ്ട്. ബട്ടൺ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഞാൻ പറയുന്നത് മാത്രമേ അത് സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ലൂസ് ചെയ്യാനും ടൈറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. അത് ലൂസ് ചെയ്തതിനു ശേഷം 3 പില്ലേഴ്സ് ഉണ്ട്. അത് നേരെ ഓപ്പോസിറ്റ് നമ്മൾ എന്തെങ്കിലും പുഷ് ചെയ്യും. അതിനുശേഷം ആ താഴെയുള്ള ബട്ടണിൽ സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നത് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്തതിനു ശേഷം സെൻറ്ററിൽ ഒരു പില്ലർ പോലെ ഉണ്ടാവും. അത് മുകളിലേക്ക് നമ്മൾ ഹൈറ്റിനനുസരിച്ച് നമ്മുടെ സംഭവം എന്തെങ്കിലും സെറ്റ് ചെയ്തെടുക്കും. അത് ഓരോ ബട്ടൺസും നമ്മൾ എന്തെങ്കിലും സ്ക്രോൾ ചെയ്ത് ലൂസ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാക്സിമം ഹൈറ്റ് ഇതാണ് കേട്ടോ വരുന്നത് സ്റ്റാൻഡിൻ്റെ. ഗൈസ്, മാക്സിമം ഹൈറ്റിൽ നിന്ന് എനിക്ക് വേണ്ടുള്ള ഹൈറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം റിംഗ് ലൈറ്റിൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു ഹൈറ്റ് ഉണ്ടായിരുന്നു. ആദ്യം എവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് എവിടെ സെറ്റ് ചെയ്യണം എന്നുള്ളത്. അത് ആ സ്റ്റാൻഡിൻ്റെ നമുക്കത് ടൈറ്റ് ചെയ്യാനുള്ള ഒരു പോർഷനിൽ അവിടെ പോയിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ എന്താ പറയുക നേരൊന്ന് പുഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിംഗ് ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് 180 ഡിഗ്രിയിൽ അത് സർക്കിളിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റൈറ്റ് സൈഡിലെ ബട്ടൺ നമ്മൾ ലൂസ് ചെയ്തിട്ടാൽ മതി. അല്ലാതെ നമുക്കത് സ്റ്റേൺ ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ റൈറ്റ് സൈഡിലെ ബട്ടണിൽ അത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ദെൻ ആഫ്റ്റർ നമ്മൾ ലൈറ്റിങ്ങിന്റെ കാര്യങ്ങളാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ മൊബൈലിന്റെ അഡാപ്റ്റർ വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ USB ചാർജറോ അല്ലെങ്കിൽ പവർ ബാങ്ക് വെച്ചിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ 2 ലൈറ്റിംഗ്സ് ആണ് നമുക്കുള്ളത്. ഒന്ന് വാം യെല്ലോ കളറും ഒന്ന് വൈറ്റ് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് നമുക്കുള്ളത് കേട്ടോ. ലൈറ്റിംഗ് ടെമ്പറേച്ചർ നമുക്ക് കൂട്ടിയും കുറച്ച് നമുക്ക് വേണ്ടി ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതെല്ലാവർക്കും ബൈ, ലവ് യു ഓൾ.